ബാപ്പു ബാപ്പു അവിടക്ക് എന്താ ചെറിയ ഇന്നലെ എത്ത് പണിക്കാരനോട് വിട്ട് നിൽക്കേണ്ടത് എന്താ ചെറിയ പ്രശ്നം? ഉള്ള നേരം മൊബൈലും നോക്കിക്കാണ്ടും ബീഡിയും വലിച്ചുകാണ്ടും ഇങ്ങനെ ഇരിക്കുക. ഒരു പണി ഇന്നലെ എടുത്തിട്ടില്ല. ആയിക്കോട്ടെ, അതിനുള്ള പ്രശ്നമാക്കണ്ട ചെറിയ. ഞാൻ നാളെ നല്ല പണിക്കാരനെ വിട്ടുതരാം. പോരാ? നല്ലൊരാളേക്ക് കുറച്ച് മലയാളം അറിയുന്ന ആളായിക്കോട്ടെ. ആയിക്കോട്ടെ ചെറിയ. എന്നാ ഞാൻ നല്ലൊരാളെ പറഞ്ഞുതരാം. പോട്ടെ എന്നാല്. നാളെ രാവിലെ മറക്കണ്ടട്ടാ. നേരത്തെ തന്നെ അയച്ചോ. മറക്കൂല. ഇതിപ്പോ ഓരോരോ ചോറ. ഇതിപ്പോ പണിക്കാരെ ആൾക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്താലും ബുദ്ധിമുട്ടാണ്. ഇപ്പാണ് ബാപ്പുവാ. ഞങ്ങൾ തെരഞ്ഞു വരുന്നായിരുന്നു. അല്ല ബാപ്പു, നമുക്ക് പറ്റില്ല പണി നിങ്ങളടുത്ത്. അനക്കിപ്പോ ഏതൊക്കെ പണി അറിയാ? അല്ല നാടൻ പണി എന്തെങ്കിലുമൊക്കെ. ആയിക്കോട്ടെ, നോക്കാം. അനക്ക് പറ്റിയൊരു പണിയുണ്ട്. ആ പാറപ്പുറത്തെ ചോരക്കല കുഞ്ഞപ്പാച്ചിയുടെ പേരറിയ എനിക്ക്? എനിക്കറിയാം. മൂപ്പർക്ക് അവിടെ കുറച്ച് പണിയുണ്ട്. ഇജ്ജ് നാളെ രാവിലെ ആണ് പോയിക്കോണ്ടി. ആയിക്കോട്ടെ. എന്താ പണി? അതെ, എന്തൊക്കെ ചില്ലറ പണിയുണ്ട്. ഇജ്ജ് നാളെ രാവിലെ ആണ് ചെന്നാ മതി. മൂപ്പര് കാണിച്ചു തരും. ആയിക്കോട്ടെ. അല്ലേ, നിക്ക്. അതിനോടൊരു കാര്യം പറയാണ്ട്. എന്തെന്നു? അതൊക്കെ മലയാളികളെ പറ്റൂല, ഹിന്ദിക്കാരെ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇജ്ജ് ആദ്യം മലയാളിയോ ബംഗാളിയോ ഒന്നും പറയണ്ട. ഇജ്ജാണ്ട് പോയിക്കോണ്ടു. വരുന്നത് ബാപ്പു പറഞ്ഞ പണിക്കാരനാണ് തോന്നുന്നത്. അല്ലണ്ണി, അന്നെ ബാപ്പു പണിക്ക് പറഞ്ഞയച്ചതാ? അതെ. അല്ല, അനക്കിപ്പോ എത്ര കൂലി? 900. അനക്ക് 1000 ഉറുപ്പ്യനെ കൂലി തരാ. മീഡിയം വലിച്ചരുത്, ഫോണും തൊടരുത്. എന്താ പറ്റുമോ? ഇയാളൊരു ചോര കാക്കിടുന്ന തോന്നുന്നത്. ഏതായാലും ഇപ്പൊ വന്ന് പെട്ടിയില്ലേ. ടീക്കെ. എന്നാ ശരി, ഞാൻ പണി കാണിച്ചു തരാട്ടാ. ജയ്, ആ ചട്ടി എടുത്തോ. 5 ചട്ടി ബലി കണ്ടിട്ടൂടാ. ഇയാൾക്ക് ഇപ്പൊ എന്താ ബളിന്റെ ഹോൾസെയിൽ കച്ചവടം? എത്താണ്ടി ഇങ്ങനെ നോക്കിക്കണേ. ആ ബലി കണ്ടിട്ടൂടെ? എത്ര കാക്കങ്ങൾ പറയണ ബളിയുടെ? ഇജ്ജ് മലയാളിയാ? ഞാൻ ബംഗാളി അണിച്ചിട്ട് പറഞ്ഞതാണ്. ഈ ബംഗാളിയാള് പറഞ്ഞു കേക്ക മണലിന് ബളീന്ന്. അത് കേട്ടിട്ട് പറഞ്ഞതാണ് ഞാൻ. ഇജ്ജ് മലയാളിയാണ് അല്ലേ? അത് ബളിയല്ല കാക്ക, അത് ബാലു എന്നാണ്. ഐറ്റിങ്ങൾ ഇവിടെ പറഞ്ഞ ബളീന്ന്. അത് കേട്ടിട്ട് പറഞ്ഞു. എന്നാ ജി ബലി ഇടണ്ട. എന്നാ ജി മണലാണ്ടിട്ടൂട്.